ഈ അമ്പലം വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മുൻപിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടൊക്കെ ഇതാണ് എൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഞാൻ കരുതുന്നതല്ല എൻ്റെ യഥാർത്ഥ ലക്ഷ്യം. സമാധിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാണനെ നമ്മുടെ ഈശ്വരനിലേക്ക് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ദേഹിക്കു ദേഹത്തിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ഈ ശനിദോഷവും മറ്റു ഗ്രഹപ്പിഴ ദോഷങ്ങളും ഒക്കെ ഉള്ള സമയത്ത് ഭൂമിയിൽ നടക്കുന്ന ഏതൊരു സൽക്കർമ്മത്തിലും നമ്മൾക്ക് പങ്കുചേരാൻ കഴിഞ്ഞാൽ അതും ഒരു സൽപ്രവൃത്തിയാണ്. ഈ 41 ദിവസമാകുമ്പോൾ ശനിദോഷമുള്ള ഏതൊരു വ്യക്തിക്കും അതാത് ജന്മദിനത്തിൽ ശനീശ്വരന് പൂജ ചെയ്യാനുള്ളൊരവസരമുണ്ട്. വരുന്നവരിപ്പോൾ എന്നേക്കാൾ ഭക്തിയുള്ള ആൾക്കാരുണ്ട്. കാര്യം അവർ വന്നിട്ട് നമ്മളോട് പറയും ശനിദേവൻ ഇപ്പോൾ ഇതാണ് കൊടുക്കുന്ന ദേവനാണ്. കലിയുഗം എന്ന് പറഞ്ഞാൽ തന്നെ ഇരുമ്പ് യുഗം. ഇരുമ്പിൻ്റെ വർക്കില്ലാത്ത ഏതെങ്കിലും ഒരു വീട് കാണിക്കാം. സത്യത്തിൻ്റെ ഒരു ദേവനെ വെച്ച് ദേവൻ എന്താണോ ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിന് അഹിതമായ രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടില്ല. സന്യാസമില്ല, ഇതിന് സന്യസിക്കണ്ട. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പരിത്യജിക്കുന്നു എന്നല്ല, സംന്യസിക്കുക. ഞങ്ങൾ വന്നതും അങ്ങനെ തന്നെയാണ്. സെർച്ച് ചെയ്ത് കുറുപ്പന്തറ ശനീശ്വര ക്ഷേത്രം ഒന്ന് അടിക്കുമ്പോൾ തന്നെ ഈ ഏരിയ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്താണ്? ഇനിയുള്ള ഇപ്പോഴ് ഇതിൻ്റെ റൂഫ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ കണ്ട് തന്നെ ഒരു ആൾക്കാർക്കൊരു ഊട്ടുപെര, അതായത് ഒരു അന്നദാനത്തിനുള്ള ഇത്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സൗകര്യം നമുക്കുണ്ട്. പിന്നെ നമുക്കിതിനിപ്പോൾ ഒരു പോരായ്മയായിട്ട് നിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ കുറേ വണ്ടികൾ ഒന്നിച്ച് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കത് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം ഇല്ല. അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ ഇതിൻ്റെ സമീപത്ത് നമുക്ക് ഭൂമി കിട്ടാനുണ്ട്. ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾക്കൊക്കെ പറ്റിയാതുണ്ട്. പക്ഷേ ഇതിനൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു ഫണ്ടാണ്. അപ്പോൾ കാലാന്തരത്തിൽ എന്താണോ ഭഗവാന്റെ ഹിതം, ഇപ്പോൾ ഇതേപോലെയുള്ള നല്ല മനസ്സുള്ള സജ്ജനങ്ങൾ അവർക്ക്, അതായത് ഈ ശനിദോഷവും മറ്റു ഗ്രഹപ്പിഴ ദോഷങ്ങളും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ദൈവികമായിട്ട്, അതായത് ഈ ഭൂമിയിൽ നടക്കുന്ന ഏതൊരു സൽക്കർമ്മത്തിലും നമ്മൾക്ക് പങ്കുചേരാൻ കഴിഞ്ഞാൽ അതും ഒരു സൽപ്രവൃത്തിയാണ്. തീർച്ചയായും. ഒരു ഭക്തൻ കുറച്ച് വഴിപാടുകൾ ചെയ്യുന്നതിനേക്കാൾ അവിടെ ഒരു ഓടാണ് ഇടുന്നതെങ്കിൽ ഞാൻ നൽകിയ പൈസ കൊണ്ടാണ് ആ ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ഒരു ഓടിൽ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു കയ്യൊപ്പ് എനിക്ക് ചെയ്യാൻ, ഒരു സൽക്കർമ്മത്തിൽ പങ്കാളിയാകാൻ. അല്ല, പണ്ട് കാലങ്ങളിൽ യാഗങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ യാഗങ്ങളിലൊന്ന് ചെന്ന് ആ മണ്ണിലൊന്ന് ചവിട്ടിയാൽ പോലും പുണ്യമെന്നാണ് പറയുന്നത്. അതുപോലെ ഇതൊരു യാഗമാണ്. അല്ല, ഇതൊരു യജ്ഞം പോലെയാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഭക്തരോടും പറയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിശേഷമായിട്ട് ഈ 41 ദിവസങ്ങൾ എടുക്കുമ്പോൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പൂജ നടന്നുകൊണ്ടിരുന്നത് കൊണ്ട് പലരുടെയും ജന്മനക്ഷത്രം, ശനിദോഷമുള്ള പലർക്കും ജന്മനക്ഷത്രം മിസ്സായിപ്പോയി. അപ്പോൾ അതാത് ജന്മനക്ഷത്രത്തിൽ അവർക്ക് പൂജ കിട്ടത്തില്ല. പക്ഷേ ഈ 41 ദിവസമാകുമ്പോൾ ഏതൊരു വ്യക്തിക്കും, ശനിദോഷമുള്ള ഏതൊരു വ്യക്തിക്കും അതാത് ജന്മദിനത്തിൽ ശനീശ്വരന് പൂജ ചെയ്യാനുള്ളൊരവസരമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു നാള്. അതായത് ഇത് നവംബർ മാസം 17-ാം തീയതി ചിത്തിര നക്ഷത്രത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. ഈ രാശികൾ പലതുണ്ട്, കുംഭം, മീനം, ഇടവം. ആ രാശികളിൽ ജനിക്കുന്നവര് ഇപ്പം ആ നാളിന് വന്നാലേ കാര്യമുള്ളൂ. അല്ല, രാശി ഇതിന് ബാധകമല്ല. ഇതിന് ജന്മനക്ഷത്രമാണ് ബാധകം. നക്ഷത്രത്തിൽ, അതായത് ജന്മനക്ഷത്രത്തിൽ മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും വ്യക്തിക്ക് വരാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾക്കുള്ള അനുസരിച്ച് നമ്മുടെ കോൺടാക്റ്റിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പൂജ ചെയ്യാൻ പറ്റും. എൻ്റെ ജന്മനക്ഷത്രത്തിൽ ഇപ്പോൾ എനിക്ക് ശനിദോഷം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പുരുരുട്ടാതി നക്ഷത്രം, പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അവർക്ക് ശനിദോഷമുള്ള നക്ഷത്രക്കാർ. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഇതിൽ പൂജ ചെയ്യണം. അവരുടെ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ തന്നെ അവരുടെ പേരിൽ നമുക്ക് പൂജ ചെയ്യാൻ പറ്റും. ഈ മണ്ഡല മാസത്തിൽ പൂജ ചെയ്യുന്നവർക്കുള്ള ഒരു പ്രത്യേകത അതാണ്. ചില നക്ഷത്രത്തിൻ്റെ നാഴികകൾ, അതായത് 4 നാഴിക, അപ്പം നമ്മളതിനെ 4ആയിട്ടാണ് ഭാഗിക്കുന്നത്. അപ്പോൾ നക്ഷത്രത്തിൻ്റെ കാൽഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം, ഇതിങ്ങനെ 15, 15 ഇങ്ങനെ ഒരു ഇതാണ് അതിൻ്റെ 60 നാഴിക, അതാണ് പോകുന്നത്. അപ്പോൾ അല്ലാതെ കൊണ്ട് ഒരു ദിവസം ചില നക്ഷത്രങ്ങൾ ഒരു ദിവസം ഫുള്ളായിട്ടുണ്ട്. ചില ദിവസങ്ങൾ ചില നക്ഷത്രങ്ങൾ അപ്പോഴെന്ത് പറ്റും, പിറ്റേ ദിവസമായിരിക്കും ആ നക്ഷത്രം തന്നെ പിറ്റേ ദിവസവും കാണും. അന്ന് ചെയ്യാം. ഒരു നക്ഷത്രം തന്നെ 2 പ്രാവശ്യം 2 ദിവസം കാണിക്കും. പക്ഷേ ഈ സാധാരണ ആൾക്കാർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അവർ
ഇതിപ്പം ഏതൊരാളും ഇപ്പം പൊതുവേ പഴയതുപോലെയല്ല. ഇപ്പോഴും Advanced ആണ്. ഇവിടെ വന്ന് ശനിദേവനെ കുറിച്ച് എന്നോട് കാര്യങ്ങൾ പറയുന്ന ധാരാളം ഭക്തരുണ്ട്. വരുന്നവരിപ്പോൾ എന്നേക്കാൾ ഭക്തിയുള്ള ആൾക്കാരുണ്ട്. കാര്യം അവർ വന്നിട്ട് നമ്മളോട് പറയും ശനിദേവൻ ഇപ്പോൾ ഇതാണ്, കൊടുക്കുന്ന ദേവനാണ്, നമ്മളെ കഷ്ടപ്പെടുത്തത്തില്ല, സ്നേഹിക്കുന്ന ദേവനാണ്. അമ്മയുടെ വീഡിയോ ഉണ്ടെങ്കിൽ തന്നെയാണോ ഇതൊക്കെ അവർ പഠിച്ചത്? അല്ല, അതല്ല തന്നെ. ഇപ്പോഴും ഒരുപാട് നല്ല അവയർനെസ് ഉണ്ട് ആൾക്കാർക്ക്. ഇപ്പോൾ പണ്ടായിരുന്നു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഈ ജ്യോതിഷികൾ പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇന്നിപ്പോൾ പോയിട്ട് ആറ്റിറ്റ്യൂഡ് മാറി. കാരണം ഇത് കലിയുഗമാണേ. കലിയുഗത്തിൻ്റെ പ്രത്യക്ഷ ദേവനാണ് ശനീശ്വരൻ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, കലിയുഗം എന്ന് പറഞ്ഞാൽ തന്നെ ഇരുമ്പ് യുഗം എന്നാണ്. ഇരുമ്പിൻ്റെ വർക്കില്ലാത്ത ഏതെങ്കിലും ഒരു വീട് കാണിക്കാമോ? ഇന്ന് പണ്ട് കാലത്ത് നമ്മൾ റൂഫല്ല, ഗേറ്റ്, മതിൽ, ഇതെല്ലാം ഇപ്പോഴും ഇരുമ്പെന്ന് പറയുന്നതിൻ്റെ എന്തുമാത്രം ആധിപത്യമുണ്ടായി, അതിൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോഴതിൻ്റെ കാരകത്വമുള്ള ഗ്രഹം എന്ന് പറയുന്നതും ശനിയാണ്. പിന്നെ ശനി എന്ന് പറയുന്ന ഈ ഗ്രഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു വീട് ഉണ്ടാവത്തില്ല. കാരണം ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരിൽ ഒരാൾ 2.5 വർഷമാണല്ലോ ഒരു രാശിയിൽ. ആ 2.5 വർഷം കഴിയുമ്പോൾ അടുത്ത ആളിലേക്ക് വരും. അവരുടേത് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും വരും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കറങ്ങി വീണ്ടും ഏതൊരാളിൽ നിന്നും തുടങ്ങി അവരിലേക്ക് തന്നെ വരും. ഇത് ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ മറ്റ് ദേവീദേവന്മാരെ ഭജിക്കുന്നത് പോലെയും മറ്റ് ക്ഷേത്ര ദർശനം നടത്തുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ട് നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹങ്ങൾ, അപ്പം നവഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഓരോ ദിവസത്തിനും ഓരോ ദേവനെ വെച്ചിട്ടുണ്ട്. അത് നമ്മളതിൻ്റെ ഒരു ഭാഗമായിട്ട് പോകുമ്പോൾ ഇതൊരു വലിയ കാഠിന്യമല്ല. അമ്മ ഇനി എന്താണ് അമ്മയുടെ ലക്ഷ്യം? ഇപ്പോൾ ശനിദേവനൊരു പ്രതിഷ്ഠയായി, അമ്പലമായി, റൂഫ് ചെയ്യുന്നു, ഭക്തജനങ്ങൾക്ക് തണൽ വിരിക്കുന്നു, ഇപ്പോൾ മണ്ഡലമാസത്തിൽ വരുന്ന ഭക്തർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഇനി മുന്നോട്ടുള്ള ലക്ഷ്യം നിങ്ങൾ എന്താണ്? ഈ അമ്പലം വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മുൻപിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടൊക്കെ ഇതാണ് എൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഞാൻ കരുതുന്നതല്ല എൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം നേതി നമ്മൾ കുറച്ച് യോഗയല്ല മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില ദർശനങ്ങളും മറ്റു അനുഭൂതികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എല്ലാം വരുമ്പോൾ നമ്മുടെ ഗുരു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നേതി ഇതല്ല അതെല്ലാം കണ്ട് ചെറിയ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഭ്രമിക്കുമ്പോൾ നമ്മളെന്തോ ആളാണെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനിപ്പോൾ മറ്റുള്ളവരിപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ ഞാൻ വലിയ കാര്യം ചെയ്തു, ഒരു ക്ഷേത്രം ചെയ്തു, വലിയ ചെയ്യാൻ പറ്റാത്ത ഒരാൾ ചെയ്യുമ്പോൾ അത് വലിയ കാര്യമല്ല. പക്ഷേ നമ്മളത് ഇറങ്ങാനൊരു മനസ്സ് ഞാൻ കാണിച്ചു, എന്നെ പ്രേരിപ്പിച്ചു. അപ്പോൾ അമ്മ വിദേശത്തായിരുന്നു, അമ്മയുടെ സമ്പാദ്യം മൊത്തമാണ് ആ ക്ഷേത്രം. ഇനി മുന്നോട്ടുള്ള യാത്രയിലും അതോടൊപ്പം തന്നെ ഞാൻ അതൊക്കെ കൊണ്ടാണ് ചോദിച്ചത്. അല്ല, അത് ശരിയാ, ഒരു ഘട്ടം വരെ അങ്ങനെയായിരുന്നു. പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പുനഃപ്രതിഷ്ഠയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അഷ്ടമംഗല ദേവപ്രശ്നം വെച്ചപ്പോൾ ഇവിടെ പറഞ്ഞു, കാരണം ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാൻ തന്നെ നോക്കും. അങ്ങനെ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠയിൽ നല്ലൊരു ശതമാനം പൈസ ഭക്തജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ റൂഫ് വർക്കുകൾ നടക്കുന്നതിന് നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള വിദേശത്തുമൊക്കെ നമുക്ക് ചില ബന്ധങ്ങളുണ്ട്. വളരെ നല്ല മനസ്സോടുകൂടി നമ്മളോടുകൂടി സഹകരിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ളത് ഉള്ള കാര്യങ്ങളിൽ എനിക്ക് ഈ അമ്പലത്തിൻ്റെ ഇപ്പോൾ ഭഗവാന് 18 വയസ്സായി. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ 2007 വന്ന ആളാണ്. 2025 ആയപ്പോൾ ഭഗവാൻ 18 വയസ്സായി. അപ്പോൾ പ്രായപൂർത്തിയായി. ഇനി ഭഗവാന്റെ കാര്യങ്ങൾ നോക്കും. ഇനി എനിക്കൊരു കടമയുണ്ട്. എന്നോട് പറഞ്ഞ് നേതി ഇതല്ല, നീ കാവ്യം ഉടുത്തോ കാഷായം വെച്ചതുകൊണ്ടോ കമണ്ടൽ പിടിക്കുന്നത് കൊണ്ടോ ക്ഷേത്രം വെച്ചതൊന്നുമല്ല നിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നതിന് നിനക്കിങ്ങനെ ഈ കർമ്മം അനുഭവിച്ച് നിന്നാൽ പാരല്ലോ. അപ്പോൾ ഇതിനകത്തുനിന്ന് വിട്ടിട്ട് ഈ ആത്മാവിനെ ഇത് ആരാണോ തന്ന് അവിടേക്ക് എത്തപ്പെടുന്ന ഒരു പ്രോസസ്സുണ്ട്, സാക്ഷാത്കാരം. അപ്പോൾ ഇനി മനുഷ്യനായിട്ടൊരു ജന്മം സ്വീകരിക്കേണ്ട, ഈ മനുഷ്യനായിട്ടൊരു ജന്മത്തിൽ നിന്ന് വിട്ട് ഈ ആത്മാവിനെ നമുക്ക് തന്ന ആളിലേക്ക് തന്നെ വിലയം പ്രാപിച്ച്, അതായത് ഒന്നുകിൽ സമാധിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാണനെ നമ്മുടെ ഈശ്വരനിലേക്ക് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഇതിനൊരു ഇതുണ്ട്. അപ്പം ഇത് എനിക്ക് അങ്ങനെ എൻ്റെ ജാതകത്തിൽ പറഞ്ഞതുകൊണ്ട് സംഭവിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കുകയല്ല. അപ്പോഴെനിക്ക് അടുത്ത കടമയിലേക്ക് കടക്കണം. അപ്പോൾ ഇത് എൻ്റെ ജോലി കഴിഞ്ഞു, ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഭക്തരായി ഡിവോട്ടീസായി ഇവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊള്ളും. പക്ഷേ എന്ന് കരുതി ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കും. അതിന് വേണ്ടുന്ന ഒരു അമ്മ എന്ന് പറയുന്ന ആ ഒരു നോട്ടത്തിൽ അതുണ്ടാവും. വരുന്നവർക്ക് വേണ്ടുന്ന എനിക്കറിയുന്ന കാര്യങ്ങൾ. സന്യാസമില്ല, ഇതിന് സന്യസിക്കണ്ട. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പരിത്യജിക്കുന്നു എന്നല്ല, സംന്യസിക്കുക. നമ്മളെല്ലാം നമ്മളിൽ തന്നെ, അതായത് നമ്മളെല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് നിൽക്കുമ്പോഴും നമ്മളുടെ മനസ്സെന്ന് പറയുന്നൊരിതുണ്ട്, അത് നമ്മളിൽ തന്നെ ആയി നിൽക്കുക. ഈ കണ്ടതിൻ്റെയും പേര് പെരുമ സ്ഥാനമാനങ്ങൾ, ഈ പറയുന്ന മോഹങ്ങൾ, പ്രശസ്തി, ഇത്തരം ഇതൊന്നും അല്ല ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദേഹിക്കു ദേഹത്തിൽ ബന്ധമില്ല,
സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ദേഹവും ദേഹിയും വിട്ടുപോയാൽ ദേഹി ആത്മസ്വരൂപനിൽ ചെന്നു ചേരും. ബ്രഹ്മസ്വരൂപത്തിൽ എത്തുന്നതിനായി സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ച് നമ്മൾക്ക് പോകാം. അപ്പോൾ ഇതല്ല നമ്മളുടേത്. ഈ ചെയ്തതൊന്നും വലിയൊരു കർമ്മമായിട്ടോ ഇതൊന്നും നമ്മൾ ചെയ്തതൊന്നും അല്ല. ഇതൊക്കെ ചെയ്തു. ഇത് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എനിക്ക് വിധിയില്ലാതെ വരത്തില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എത്രയും ശനീശ്വര ഭഗവാൻ തന്നെ ഇത് തന്നെ ചെയ്തു. പക്ഷേ എനിക്കായിരിക്കും കൂടുതൽ ശിക്ഷ. കാരണം സത്യത്തിൻ്റെ ഒരു ദേവനെ വെച്ച് ദേവൻ എന്താണോ ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിന് അഹിതമായ രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടില്ലേ.